സമയം എത്രയും 5 മണി. 11 മണിക്കല്ലേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു പോയത്? ഇത്രയും നേരമായോ വരാന്? അമ്മ ഞാൻ മാവേലിക്കര അല്ല പോയത്, എറണാകുളത്താ. അതെങ്ങനാ? അനാഥാലയത്തിൽ അടുക്കള പണിക്ക് നിന്ന് അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. അതെ അതെ. രവിയേട്ടാ, ദാ നിങ്ങളുടെ മകൾ വന്നിരിക്കുന്നു. പണിക്കാർ വിളിക്കുന്നു, നീ അങ്ങോട്ട് എളുപ്പം ചെല്ലേ. പിന്നെ മോളെ, ഇന്നത്തെ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. പിന്നെ മോളോട് കുറച്ച് നാളുകളായിട്ട് ഡാഡി ഒരു കാര്യം പറയണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. ഇപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ കേട്ടു നിങ്ങളുടെ അമ്മയെ അനാഥ മന്ദിരത്തിൽ നിന്നും വന്നതാണെന്നും അനാഥ സ്ത്രീയാണെന്നും ഒക്കെ നിങ്ങൾ പറയുന്നത്. അവൾ അനാഥ സ്ത്രീയല്ല. അവൾക്കും ഉണ്ടായിരുന്നു ഒരച്ഛനും അമ്മയും 2 ആങ്ങളമാരും. ഒരു ട്രക്ക് അപകടത്തിൽപ്പെട്ട് അവളുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും മരിച്ചുപോയാണ്. അന്ന് മുതൽ നീ പറയുന്ന അനാഥയായത്. എന്നാൽ അവൾ അനാഥയല്ലായിരുന്നു. അവളുടെ അമ്മൂമ്മയാണ് അവളെ വളർത്തിയത്. അവളെ അനാഥാലയത്തിലാക്കിയത് ഞാനാണ്. പല ആവർത്തി ഡാഡി ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷേ ഒരു കാരണവശാലും തൻ്റെ മക്കൾ വിഷമിക്കരുതെന്ന് കരുതി ഒന്നും അവരെ അറിയിക്കരുത് എന്ന് നിൻ്റെ അമ്മ തന്നെ പറഞ്ഞു. ഡാഡിക്കൊരു കാലം ഉണ്ടായിരുന്നു അവളെ, ഒന്നുമില്ലാത്തൊരു കാലം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലം. അന്ന് ഡാഡിയുടെ കൂടെ കൂടിയതാണ് നിൻ്റെ അമ്മ. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രയാസം. അങ്ങനെയൊക്കെയാണ് ഈ കാണുന്നതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം താനേ ഉണ്ടായതാണെന്ന്. അല്ല, 3 പതിറ്റാണ്ടിലേറെ വർഷമായിട്ട് ഗൾഫരാഷ്ട്രത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. കഷ്ടപ്പെട്ട കാശ് നിങ്ങളുടെ അമ്മയ്ക്ക് ദൂർത്തടിക്കാമായിരുന്നു. പക്ഷേ ചിലവിന് ഞാൻ അയച്ചു കൊടുക്കുന്ന തുക പോലും മാറ്റിവെച്ച് നാളികേരവും വാഴക്കൊലയും ഇതുമൊക്കെ വിറ്റ് അവൾ ഒതുങ്ങിയ ഒരു ജീവിതത്തിൽ കൂടെ മുമ്പോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിനി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. തന്നെയുമല്ല, അവളുടെ 2 മക്കളായ നിങ്ങൾ 2 പേരും ഈ ദുഃഖങ്ങളൊന്നും അറിയരുത്. അവൾ അനുഭവിച്ചതൊന്നും നിങ്ങൾ അനുഭവിക്കരുത് എന്നൊക്കെ വാശി. ഒരിക്കലേ മോള് പണ്ട് ദേഷ്യപ്പെട്ടുപെടുന്ന് പറഞ്ഞു വിട്ട ശങ്കരേട്ടനില്ല, ആ ശങ്കരേട്ടനാണ് അവളെ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അവിടെ ഒരു വീട്ടു ജോലിക്കായിട്ട് തന്നെയായിരുന്നു. അതറിഞ്ഞ് ഞാൻ അന്ന് തന്നെ അവളെ അവിടെ നിന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. ശങ്കരേട്ടൻ മുഖാന്തരം തന്നെ രജിസ്റ്റർ മാരേജും ചെയ്ത് എൻ്റെ ഒപ്പം കൂട്ടി. വർഷം പലത് കഴിഞ്ഞു. പ്രായത്തിൽ ഞാൻ അവളെക്കാട്ടി കുറച്ച് മുകളിലാണെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് സമ്മതിക്കുന്നു. ഇനിയും നിങ്ങൾക്കറിയാത്ത ഒരുപാട് കഥകളുണ്ട്, ഞങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. ഇനിയെങ്കിലും മോള് നിങ്ങളുടെ അമ്മയെ അനാഥ എന്ന് പറയും. അവൾക്കുണ്ടായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, സ്വന്തവും ബന്ധവും. അത് കേൾക്കുമ്പോൾ ആയിരിക്കും സഹിക്കത്തില്ല. അമ്മേ, അച്ഛനെല്ലാം പറഞ്ഞല്ലേ എന്നോട്?